കോൺഗ്രസ് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ അതൊന്നും തൻ്റെ കഴിവുകേടല്ല എന്ന് വരുത്തി തീർക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്നാണ് ഈ നേതാവ് ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ തെളിവുകൾ പുറത്തുവിടുമത്രേ. ഈ പ്രസ്താവന തന്നെ വോട്ട് മോഷണം എന്ന രാഹുലിൻ്റെ ആരോപണത്തിൻ്റെ പരിഹാസതയ്ക്ക് തെളിവാണ്. ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കുന്നത്? അതിനു മുൻപ് തന്നെ വെളിപ്പെടുത്താമല്ലോ. അങ്ങനെയെങ്കിൽ സ്വന്തം പാർട്ടിക്ക് കൂടുതൽ വോട്ട് കിട്ടുമല്ലോ. ഇത് ചെയ്യാതെ പാർട്ടി തോൽക്കണമെന്ന് തന്നെയാണോ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത്? ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ വൻതോതിൽ തട്ടിപ്പ് നടന്നു എന്നുള്ള രാഹുലിൻ്റെ ആരോപണം വെറും തട്ടിപ്പാണ് എന്ന് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത്. തൻ്റെ ചിത്രം ദുരുപയോഗിച്ചതിനെതിരെ ബ്രസീലിയൻ മോഡലായ യുവതി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതെയാണ് ബീഹാറിലും ക്രമക്കേടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിശ്ചിത സമയത്തിനകം കോടതിയെ സമീപിക്കാവുന്നതാണ്. ആരോപണം ശരിയാണ് എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കോടതികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇതൊന്നും അറിയാത്ത ആളാണോ രാഹുൽ എന്ന കോൺഗ്രസ് നേതാവ്? ഇങ്ങനെ ഒരാൾക്ക് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇദ്ദേഹമാണോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവാൻ നടക്കുന്നത്? നേതാവിന് ലജ്ജയില്ലെങ്കിലും പാർട്ടിക്ക് അത് ഉണ്ടാവണം. രാജ്യത്തിനകത്തും പുറത്തും കോമാളിയെ പോലെ നടക്കുന്ന ഈ നേതാവിനെ തിരുത്താൻ പാർട്ടിക്ക് കഴിയുന്നില്ല. നെഹ്റു രാജവംശത്തിൻ്റെ യുവരാജാവാണല്ലോ. സഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കോൺഗ്രസിൻ്റെ തകർച്ച സമ്പൂർണ്ണമാകുന്നതുവരെ ഈ കോമാളിത്തരം തുടർന്നുകൊണ്ടേയിരിക്കും. രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നീതിന്യായ വ്യവസ്ഥ, സായുധ സേനകൾ എന്നിവയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി ഭാരത വിരുദ്ധ ശക്തികളുമായി രാഹുലും കോൺഗ്രസും കൈകോർത്തിരിക്കുകയാണ് എന്നുള്ളത് തീർച്ചയാണ്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുമ്പോഴൊക്കെ വോട്ടിംഗ് മെഷീനുകളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റപ്പെടുത്തുന്ന രീതി അപലപനീയം തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർ പട്ടികയിൽ പകർപ്പ് ലഭിക്കുന്നുണ്ട്. അതിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ അവ ചൂണ്ടിക്കാണിക്കാം. ഏതെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്താൽ കോടതികളിൽ പോകാം. ഒരിടത്തു പോലും ഇങ്ങനെ ചെയ്യാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയവും അന്തസ്സില്ലായ്മയുമാണ്. തെരഞ്ഞെടുപ്പുകളിൽ സ്വന്തം പാർട്ടി ജയിക്കാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ രാജ്യത്തെ വോട്ടർമാരുമായി ഇടപഴകുകയാണ് ചെയ്യേണ്ടത്. ഇതിനു പകരം വിദേശങ്ങളിൽ ഭാരതത്തിൻ്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാജ്യദ്രോഹം തന്നെയാണ്. രാഹുൽ ആരോപിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൃത്രിമമാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും എങ്ങനെ തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിജയിക്കാൻ കഴിയുന്നത്? ഈ ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് മറുപടി പറയേണ്ടത്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനിരിക്കുന്ന പരാജയം തന്നെയാണ്. ഈ സംസ്ഥാനത്ത് പരാജയങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് കോൺഗ്രസിനുള്ളത്. ഇതിൻ്റെ ഉത്തരവാദിത്തം രാഹുലിന് തന്നെയാണ്. ഇത് മറച്ചു പിടിക്കാനുള്ള വിപുല ശ്രമമാണ് ഈ നേതാവ് നടത്തുന്നത്. ഈ തട്ടിപ്പുമായി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിൻ്റെയും രാഹുലിൻ്റെയും ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ഉള്ള മറുപടി തന്നെയായിരിക്കും.